നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ തുടർച്ചയായ 4ാം തവണയും മികച്ച വിജയം നേടുമെന്ന് LDF. നീലേശ്വരത്തിന്റെ വികസനത്തിന് ജനങ്ങൾ LDFന് വോട്ട് ചെയ്യുമെന്ന് നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനും സ്ഥാനാർത്ഥിയുമായ PP മുഹമ്മദ് റാഫി പറഞ്ഞു. 4ാം തവണയും നീലേശ്വരം മുനിസിപ്പാലിറ്റി നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് LDF. ഇപ്പോൾ എൻ്റെ കൂടെ നഗരസഭയുടെ നിലവിലുള്ള വൈസ് ചെയർമാൻ അതോടൊപ്പം തന്നെ CPIM ജില്ലാ കമ്മിറ്റി അംഗമായ മുഹമ്മദ് റാഫി ചേരുന്നുണ്ട്. കണിച്ചിറ വാർഡിൽ നിന്ന് മത്സര രംഗത്തുണ്ട്. ഇത്തവണ നീലേശ്വരത്തെ പ്രതീക്ഷ എങ്ങനെയാണ് LDFന്റെ? 2010 നീലേശ്വരം നഗരസഭയായി തീരുമാനിച്ചത് മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷമാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ 32 സീറ്റുകളുള്ള നീലേശ്വരം നഗരസഭയിൽ 21 സീറ്റിലും ഇടതുപക്ഷമാണ് ജയിച്ചത്. ഈ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ വർദ്ധിച്ചു. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 24 മുതൽ 25 വരെ സീറ്റുകളിൽ ഇടതുപക്ഷം ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീലേശ്വരത്തെ UDF വളരെ ദുർബലപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ജനങ്ങൾ വലിയ രീതിയിൽ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് നീലേശ്വരത്ത് 470 കോടി രൂപയുടെ വികസനമാണ് യാഥാർത്ഥ്യമായത്. അതോടൊപ്പം നഗരസഭ തനത് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച നഗരസഭാ കാര്യാലയമായാലും ബസ് സ്റ്റാൻഡ് കെട്ടിടമായാലും 2 ശ്മശാനങ്ങൾ വാതക ശ്മശാനങ്ങളായാലും നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയാലും ഇങ്ങനെ നിരവധിയായ വലിയ പദ്ധതികളും എല്ലാ വാർഡുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ റോഡുകളുടെ ശൃംഖലയായാലും ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ ജയപ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇത് തന്നെയാണ് പ്രധാന പ്രചാരണമായത്. തീർച്ചയായിട്ടും അതെ. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരുപടി ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരാണ് നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥികൾ 2 തവണ വീടുകൾ കയറി കഴിഞ്ഞു. വലിയ സപ്പോർട്ടാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള 21 സീറ്റ് 24 25 സീറ്റുകളായിട്ട് വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷ ഭരണം നീലേശ്വരത്ത് തുടരും. നീലേശ്വരം പഞ്ചായത്തായിരിക്കുമ്പോഴും അവിടെ ജനപ്രതിനിധിയായിരുന്നതാണ്. പിന്നീട് നഗരസഭയായി മാറിയപ്പോഴും ജനപ്രതിനിധിയായിരിക്കുന്നു. അപ്പോൾ നീലേശ്വരത്തിൻ്റെ വികസന ആവശ്യങ്ങളും നീലേശ്വരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് 21ാമത്തെ വയസ്സിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ. അന്ന് ഞാൻ SFI പ്രവർത്തകനായിരുന്നു. പിന്നീട് അതിന് തൊട്ടടുത്ത വർഷം തന്നെ 22ാമത്തെ വയസ്സിൽ നീലേശ്വരത്ത് അന്ന് പഞ്ചായത്തായിരുന്നു, അന്ന് വൈസ് പ്രസിഡൻ്റായി മാറി. തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നീലേശ്വരം രാജാ റോഡായാലും അതുപോലെ തന്നെ എടത്തോട് റോഡ് തുടങ്ങിയ പദ്ധതികൾ നമുക്ക് ഇനിയും ഇവിടെ യാഥാർത്ഥ്യമായി വരേണ്ടതുണ്ട്. സർക്കാർ അതിന് ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്ന ഭരണസമിതിയുടെ മുഖ്യമായ കടമ. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് നീലേശ്വരം നഗരസഭയിൽ LDF. 4ാം തവണയാണ് നഗരസഭയായ ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് ഉജ്ജ്വലമായൊരു വിജയം നീലേശ്വരത്തെ ജനങ്ങൾ LDFന് നൽകുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.